ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള അപ്പം പരിചയപ്പെടുത്താം. നേന്ത്രപ്പഴം ശരീരത്തിന് വളരെ നല്ല പോഷക ഗുണമുള്ളതാണ്. എല്ലാവർക്കും അതിഷ്ടമാണ്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടിയാൽ പെട്ടെന്ന് മടുക്കും. പ്രത്യേകിച്ച് തൊലി കറുത്ത പഴമാണെങ്കിൽ പലർക്കും അതൊരു രസം കുറഞ്ഞ ഒന്നായി തോന്നുകയും ചെയ്യും. അത്തരത്തിലുള്ള 4 നേന്ത്രപ്പഴമാണ് ഞാൻ ആദ്യമായി എടുത്തത്. ഇത് കഷ്ണം മുറിച്ച് മിക്സിയിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ 1/2 കിലോ റവ ഇതേ രൂപത്തിൽ മിക്സിയിലേക്ക് ഇടുകയാണ്. ഇനി ഒരു കോഴിമുട്ട, 6 7 ഏലക്ക, മധുരത്തിന് വേണ്ടി 2 കയ്യിൽ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരൽപ്പം ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഞാനിടുന്നു. ഇനി മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇനി ഈ മിശ്രിതം നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ചട്ടിയിൽ 1 കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിയിടുക. നന്ന ചെറുതാക്കണ്ട, കുറച്ച് വലിയ രൂപത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കൊത്തിയിടുക. അത് ഈ വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് ആ നിറം മാറി വരുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കുക. കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് നിറം മാറിയ ശേഷം മാറ്റി വെക്കുക. കുറച്ച് മുന്തിരിയും ഇതേ രൂപത്തിൽ തന്നെ ചൂടാക്കിയെടുത്ത് മാറ്റി വെക്കുക. ഇനി വെളിച്ചെണ്ണ പുതുതായി ഉപയോഗിക്കൊന്നും വേണ്ട. നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ആ ബാക്കിയുള്ള വെളിച്ചെണ്ണ മാത്രം മതി. ആ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച മിക്സിയിലുള്ള ആ മിശ്രിതം അത് ഒന്നാകെ ഇതേപോലെ നമ്മൾ ഈ ചട്ടിയിലേക്ക് മുഴുവൻ ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, എന്നാലും അങ്ങനെ തന്നെ അത് മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ച തേങ്ങയില്ലേ, അതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല രസകരമായ രൂപത്തിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ പലയിടങ്ങളിലായിട്ട് നിക്ഷേപിക്കും. ഇനി നമ്മൾ ചെറിയ ചൂടിൽ ഈ ചട്ടിയിൽ ഇത് നമ്മൾ നന്നായി വേവിക്കുക. മൂടി വെച്ച് വേവിക്കുക. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചട്ടി അടുപ്പത്ത് നിന്നെടുത്ത് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂർ നേരം അത് തണുക്കാൻ വേണ്ടി വിടുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളത് തുറന്നു നോക്കുക. നല്ല രുചികരമായ രസകരമായ അപ്പമായി അത് മാറിയിട്ടുണ്ടാകും. അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറിയിട്ട് കഷ്ണം മുറിച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വൈകുന്നേരത്തെ ചായക്കടിയായി കൊടുത്തു നോക്കൂ. രാവിലേക്കും അത് ഉപയോഗിക്കാൻ പറ്റും. വളരെ രുചികരമായ, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു ചായക്കടിയായി അത് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.